ഇപ്പോൾ നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർബൻ, സംസ്ഥാനത്തിന്റെ മൊത്തം ചിത്രം എടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളിലെ ഇടപെടലുകൾ, ഇതാണ് LDFന്റെ ആത്മവിശ്വാസവും കരുത്തുമെന്ന് പറയുന്നത്. മറുഭാഗത്ത് UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിച്ച വഴികളിലൂടെയാണോ അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ തർക്കങ്ങൾ, പൊട്ടിത്തെറികൾ, പരസ്പരമുള്ള ഭിന്നതകൾ, ഇതൊക്കെ അവരെ വല്ലാതെ ദുർബലമാക്കുന്നില്ലേ? BJP എടുക്കുകയാണെങ്കിൽ തന്നെ NDA ക്യാമ്പിൽ അവർക്കൊരു ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണിപ്പോൾ മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട മുന്നണികളുടെയും സംസ്ഥാന തലത്തിലുള്ള പ്രതീക്ഷകളും ആത്മവിശ്വാസവും? കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വരികയാണ്. കേരളത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 1ഉം 2ഉം സർക്കാരുകൾ, പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഈ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ഇടതുമുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആ സർക്കാരിനെ മറിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രചരണം UDF മറുഭാഗത്ത് നടത്തുന്നു. വർഗീയ ധ്രുവീകരണം നടത്തി തങ്ങളുടെ നിലയും ത്രികോണ മത്സരത്തിൻ്റെ നില മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ അവരും അധികം സീറ്റ് പിടിക്കുമെന്ന കാര്യം BJPയും അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാശിയും വീറുമൊക്കെ കേരള ചരിത്രത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ വീറുട്ട പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ മനു സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായി 10 വർഷം ഭരിച്ച ഒരു സർക്കാർ വീണ്ടും ജനവിധി തേടുന്നത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. അവർ ജനങ്ങളെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് വികസന അജണ്ടയാണ് എന്നതാണ്. സമീപകാലത്ത് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിവാദപരമായ പ്രശ്നങ്ങൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എടുത്തിരുന്നു എങ്കിൽ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലോ പൊതു ചർച്ചയിലോ കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ വികസന കാര്യങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ്. വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിർബൻ, ഇപ്പോൾ നിർബൻ പറഞ്ഞതുപോലെ 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സംസ്ഥാന സർക്കാർ, ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും നിരന്തരമായി സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളടക്കം സർവേകൾ നടത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊന്നില്ല എന്ന നിഗമനത്തിലേക്കാണ് എല്ലാ സർവേകളും എത്തി നിൽക്കുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് സർക്കാരിനെ നിതാന്തമായി വിമർശിക്കുന്ന മാധ്യമങ്ങളടക്കം എത്തി നിൽക്കുകയാണ്. അത് LDF സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്ലസ് പോയിന്റ്, അവരുടെ ആത്മവിശ്വാസം എത്രമാത്രം വർദ്ധിപ്പിക്കുന്നതാണ്. വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ആയി മാറുന്നത്. LDFനെ സംബന്ധിച്ച് കരുത്ത് കൂട്ടുകയല്ലേ? തീർച്ചയായും മനു, കാരണം ഈ സർവേകൾ, വലതുപക്ഷ മാധ്യമങ്ങളടക്കം സർവേകൾ, കോൺഗ്രസ് കനകോലുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേകളിലൊക്കെ ഭരണവിരുദ്ധ വികാരമില്ല, വികസനം ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന കാര്യം കനകോലു തന്നെ കണ്ടെത്തിയതാണ്. അത് വയനാട് നടന്ന ക്യാമ്പിൽ തന്നെ കനകോലു ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നേതാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ വിവാദങ്ങൾക്ക് മുൻഗണന നൽകണം, ആ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഒരിക്കലും വികസനം ചർച്ച ചെയ്യാനുള്ള അവസരം മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും നൽകരുത് എന്ന കാര്യം കനകോലു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി മനു സൂചിപ്പിച്ചതുപോലെ ചില മാധ്യമങ്ങൾ നടത്തിയ സർവേ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ആ സർവേയിലും ഭരണവിരുദ്ധ വികാരമില്ല, വികസനങ്ങൾ ജനം അംഗീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ നേതാവ് എന്ന നിലയിലും എല്ലാ സർവേയിലും ഒന്നാവ് നിൽക്കുന്നത് ഇപ്പോഴും 1ഉം 2ഉം സർക്കാരിനെ കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർന്ന് ഭരിച്ച ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ ജനങ്ങൾ ഒന്നാമത് മാർക്കിടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ചില പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ ചോദിക്കുന്ന ചോദ്യങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ UDFന് അനുകൂലമായി BJPക്ക് അനുകൂലമായി ചോദിച്ചിരുന്നാലും അതിലേറ്റവും പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം ഇല്ല എന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വികസന അജണ്ടയെ പൂർണ്ണമായി ജനങ്ങൾ അംഗീകരിക്കുന്നു. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപോലെ നടത്തി എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകിയ മുൻഗണനയാണ്. അത് ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ കൊടുക്കാൻ കഴിയുന്നു. കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കിടയിലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പിണറായി സർക്കാർ പിടിച്ചു നിന്നു, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യം അവസാന ജനങ്ങൾക്ക് അവസാന ബഡ്ജറ്റ് കാലത്തെ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി വ്യക്തമായി. ബഡ്ജറ്റ് ചർച്ചയിൽ നിന്ന് പോലും പ്രതിപക്ഷം കേന്ദ്രത്തിൻ്റെ അവഗണന ചർച്ച ചെയ്യാൻ മുതിരാതെ ആ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങൾ അവസാനം KN ബാലഗോപാൽ നിയമസഭയിൽ അംഗീകരിച്ച ബഡ്ജറ്റിന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ, ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന വിദഗ്ധർ പോലും പൂർണ്ണമായി അംഗീകരിക്കുന്ന അവസ്ഥ
അവസ്ഥയുണ്ടായി. ആ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ഒളിച്ചോടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന കാര്യങ്ങളിൽ ഈ സർക്കാർ നടത്തിയ ദീർഘവീക്ഷണം. അടുത്തൊരു 25 വർഷത്തിന് ശേഷം കേരളം എന്തായിരിക്കണം, അടുത്ത ഒരു സർക്കാർ, ഈ പറഞ്ഞ മൂന്നാമത് പിണറായി സർക്കാർ, മൂന്നാമത് ഇടത് സർക്കാർ വന്നാൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വ്യക്തമായ അജണ്ട, വിഴിഞ്ഞം പോലെയുള്ള വൻകിട പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ, തീരദേശ പാത, മലയോര പാത, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൻകിട പാലങ്ങൾ, അങ്ങനെ വികസന കാര്യത്തിൽ ആശുപത്രികൾ, ഒപ്പം തന്നെ സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ വലിയ തരത്തിലുള്ള മുന്നേറ്റം, ആരോഗ്യരംഗത്തുണ്ടായ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിവാദമായ ചില വിഷയങ്ങളിൽ കുടുക്കിയിടാൻ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിച്ചിരുന്നു എന്നതൊഴിച്ചാൽ അതിനുശേഷം ഇപ്പോൾ മനു തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും 2016 മുൻപുള്ള സർക്കാരിനെയും 2016 ശേഷം വന്ന ഇടത് സർക്കാരിൻ്റെ തുടർച്ചയെ സംബന്ധിച്ച് ജനങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വികസന അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ അജണ്ടയുടെ പോസിറ്റിവിറ്റി സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരിനായിരിക്കും ലഭിക്കുക. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിനെതിരെ വിമർശനം, അതായത് ഒരു അവിശ്വാസ പ്രമേയം പോലും പ്രതിപക്ഷത്തിന് സഭയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു മന്ത്രിമാർക്കെതിരെയും ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ, രേഖാമൂലം കൊണ്ടുവരാനോ കോടതിയിൽ പോയി വിജയിക്കാനോ അവർ കഴിഞ്ഞില്ല. മുൻ പ്രതിപക്ഷ നേതാവും നിരന്തരം കോടതിയിൽ പോയ എല്ലാ കേസുകളും തോറ്റു പരാജയപ്പെട്ടവർക്ക് മടങ്ങേണ്ടി വന്നു. ഇത്തരം വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. CPM-ഉം CPI-യും അവരെ മണ്ഡലാടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റികൾ കൂടി CPIയുടെ സംസ്ഥാന കൗൺസിൽ അടക്കം അംഗീകരിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു. ഇന്ന് 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവരുടെ പ്രഖ്യാപനവും ഇന്ന് വൈകിട്ട് തന്നെ വരും. അതായത് 140 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ വരുന്നു എന്നതാണ്. അതേ പ്രഖ്യാപനം നേരത്തെ നടത്തുമെന്ന് പറഞ്ഞയാളാണ് പ്രതിപക്ഷ നേതാവ്. എപ്പോഴാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് തൊട്ടടുത്ത മണിക്കൂറിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴും കൊച്ചിയിൽ ഈ പറഞ്ഞ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഘടകകക്ഷികൾ PJ ജോസഫിന്റെ സീറ്റുകൾ വെട്ടിക്കുറച്ചതിൽ വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. CMPക്ക് സെൻട്രൽ സീറ്റ് നൽകിയതിൽ കോൺഗ്രസിന് അതൃപ്തി. സെൻട്രൽ സീറ്റിൽ നിന്ന് CP ജോണിനെ മാറ്റി തിരുവമ്പാടിയിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ അത് ലീഗ് അംഗീകരിക്കണം. MP-മാർ മത്സരിക്കുന്ന ഇളവ് സംബന്ധിച്ച് K. സുധാകരൻ, ഒപ്പം തന്നെ അടൂർ പ്രകാശ് തുടങ്ങിയ മുതിർന്ന ഏറ്റവും സീനിയറായ നേതാക്കളാണ് അതിൽ മത്സരിക്കാൻ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണകൾ മുഴുവൻ തെറ്റുകയാണ്. തിരുവനന്തപുരത്ത് രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ദളിത് വിഭാഗത്തിന്റെ നേതാക്കൾ രംഗത്ത് വരുന്നു. ശബരിനാഥനെ നേരത്തെ നിയമത്ത് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ അരുവിക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെ അവിടെ മണ്ഡലം കമ്മിറ്റിയുടെ വലിയ ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. KPCC ആസ്ഥാനത്തും DCC ആസ്ഥാനത്തും പോസ്റ്റർ പ്രചരണം വരുന്നു. ദളിത് വിഭാഗ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നു. നെടുമങ്ങാട് സീറ്റിനെ കുറിച്ച് ചൊല്ലി തർക്കം നടക്കുന്നു. VS ശിവകുമാറിന് സീറ്റ് നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം കടുത്ത പ്രതിഷേധത്തിലാണ്. അദ്ദേഹം പല നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ചേരിപ്പോരും ഏറ്റുമുട്ടലുമാണ് കോൺഗ്രസ് നടക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇതേ സമയം തന്നെ അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. വിസ്മയം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിസ്മയം ഉണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര അവഗണന കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഘട്ടമാണ്. കാരണം കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ്, എയിംസ്, കേരളത്തിന് ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ല. 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ട് ഒരു തരത്തിലും കേരളത്തെ പരിഗണിക്കുന്നില്ല. സമ്പൂർണ്ണമായ അവഗണന. അവസാനം ഈ പറഞ്ഞ പാചകവാതകത്തിലെ പ്രതിസന്ധി അടക്കം വരുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് BJP തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നത്. കേന്ദ്ര അവഗണന സംബന്ധിച്ച് കേരളത്തിന്റെ ബഡ്ജറ്റിൽ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച് സംബന്ധിച്ച് വ്യക്തമായ മറുപടി പോലും പറയാൻ കഴിയാത്ത ഒരു BJPയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധവും സ്വാഭാവികമായി ഉണ്ടാകും. അതുകൊണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് എണ്ണയിട്ട യന്ത്രം പോലെ ഏത് മുന്നണിയാണ് പ്രവർത്തിക്കുക, ഏത് മുന്നണിയാണ് ജനങ്ങൾ അംഗീകരിക്കുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകും എന്നൊരു പൊതു മനസ്സ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് വികസന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ